ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മൾ ഇന്നിവിടെ ഒരു പുതിയ പരിശ്രമത്തിന് തുടക്കം കുറിക്കുകയാണ്. എന്താണെന്നല്ലേ പറയാം. നമ്മുടെ ജീവിതമൊക്കെ പോകുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ്, ശരിയല്ലേ? ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ പുസ്തക വായനക്കായിട്ട് സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേറെ പ്രയാസമുള്ളൊരു സംഗതി വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഇനി തിരക്ക് കുറഞ്ഞ ആളുകളാണെങ്കിൽ കൂടി പുസ്തകം വായിക്കുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തിരക്കാണ്, സമയമില്ല എന്ന് പറയും. ശരിയാണോ എന്നൊന്ന് ചിന്തിച്ചു നോക്കും. എന്നാൽ നമ്മുടെ ചരിത്രവും സാംസ്കാരികവുമായിട്ടുള്ള അറിവുകളൊക്കെ നേടണമെന്നുണ്ടെങ്കിൽ വായനയ്ക്ക് സമയം കണ്ടെത്താതെ തരമില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ഒരു കാര്യത്തിന് എന്നാലാകും വിധമുള്ള ഒരു പരിഹാരം എന്ന നിലയ്ക്ക് ലോകത്തിലെ തന്നെ മഹത്തും ബൃഹത്തുമായിട്ടുള്ള മഹാഭാരതം പോലെയുള്ള ഇതിഹാസ ഗ്രന്ഥങ്ങൾ നിങ്ങളുടെ യാത്രകളിൽ പോലും ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ വീഡിയോകളായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ ഒരു ചാനൽ കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ഒഴുക്കുമുറിയാതെ മഹാഭാരതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനായിട്ടുള്ള ശ്രമമാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും മഹാഭാരത കഥ കേൾക്കാൻ താല്പര്യമുള്ള എല്ലാ സുഹൃത്തുക്കളും ചാനലൊന്ന് സബ് ചെയ്ത് വെച്ചോളൂ. യതിഹാസ്തി തദന്യത്ര എന്നേഹാസ്തി ന തത്കൊയിൽ. ഇതിലുള്ളതിൽ ചിലത് മറ്റെവിടെയെങ്കിലും കണ്ടേക്കാം, ഇതിലില്ലാത്തതോ മറ്റൊരിടത്തും കാണില്ല തന്നെ. ഇങ്ങനെ ഒരു വിശേഷണത്തിന് അർഹമായ ഒരു കൃതിയെ വിശ്വസാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ളൂ, അതാണ് മഹാഭാരതം. മനുഷ്യരാശിക്ക് ഇന്നേ വരെ ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും ബൃഹത്തായ ഈ കാവ്യം മഹത്വത്തിന്റെ കാര്യത്തിലും മുൻനിരയിൽ തന്നെ ആയതുകൊണ്ടാണ് ഇതിനെ ഇതിഹാസങ്ങളുടെ ഇതിഹാസമായി വിശേഷിപ്പിക്കപ്പെടുന്നത്. മഹാഭാരതം രചിക്കപ്പെട്ട കാലവും രചയിതാവായ വേദവ്യാസനും നമ്മളിൽ അത്ഭുതം ജനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരാൾക്ക് തനിയെ ഇത്രയും ബൃഹത്തും ആശയസാന്ദ്രവുമായ കൃതി രചിക്കാനാകുമോ എന്നുള്ളതാണ് നമ്മെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്. ലോകത്ത് ജീവിച്ചിരുന്ന ഏറ്റവും വലിയ എഴുത്തുകാരൻ വ്യാസമഹർഷിയാണ് എന്ന് നിസ്സംശയം പറയാം. കാരണം മഹാഭാരതം വ്യാസന്റെ കൂടി കഥയാണ്. സ്വന്തം കഥയിൽ ഒട്ടലില്ലാതെ പറയണമെങ്കിൽ നിസ്സംഗമായിട്ട് വീക്ഷിക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ സാധിക്കൂ. വാമൊഴിയിലൂടെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് കൈമാറിയ ഈ കാവ്യം ക്രിസ്തുവിനും മുൻപ് 800-നും 300-നും ഇടക്കാണ് എഴുതപ്പെട്ടതെന്ന് നിഗമനങ്ങളുണ്ടെങ്കിലും അത് സർവസമ്മതമല്ല. ഭാരതത്തിന്റെ ആദ്യ ചക്രവർത്തിയായ ഭരതന്റെ പിന്മുറക്കാരായ കൗരവരും പാണ്ഡവരും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥയാണ് മഹാഭാരതത്തിന്റെ കാതൽ. മഹാഭാരതത്തിന്റെ ആദ്യ നാമം ജയകാവ്യം എന്നായിരുന്നു. ഇത് ഭാരതത്തിന്റെ കഥയാണ്, നമ്മുടെ ഓരോരുത്തരുടെയും കഥ. ഭാരതീയ തത്വചിന്തയുടെ ചൈതന്യധാരയായി ഇന്നും നിലകൊള്ളുന്ന ഭഗവത്ഗീതയാണ് ഇതിലെ സാരവത്തായ ഭാഗം. ജനമേജയ രാജാവ് സർപ്പസത്രം നടത്തുന്നതിനിടയിൽ തന്റെ പിതാമഹന്മാരായ പാണ്ഡവരുടെ കഥ പറയാൻ വേദവ്യാസ മഹർഷിയോട് അപേക്ഷിക്കുന്നിടത്ത് ഭാരത കഥനം ആരംഭിക്കുന്നു. വേദവ്യാസന്റെ യഥാർത്ഥ നാമം കൃഷ്ണദ്വൈപായനൻ എന്നാണ്. വേദങ്ങളെ നിസിച്ചതിനാൽ, അതായത് 4 ഭാഗങ്ങളായി വേർതിരിച്ചതിനാലാണ് അദ്ദേഹത്തിന് വേദവ്യാസൻ എന്ന പേര് ലഭിച്ചത്. കൂടാതെ പുരാണങ്ങളുടെയും ഉപപുരാണങ്ങളുടെയും ഒക്കെ കർത്താവ് വേദവ്യാസൻ തന്നെയാണ്. വ്യാസോച്ഛിഷ്ടം ജഗത് സർവം എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. അതായത് ലോകത്തിൽ ഇന്ന് വരെ എഴുതപ്പെട്ടിട്ടുള്ള എന്തും ഏതും വ്യാസൻ കൈകാര്യം ചെയ്തതിൻ്റെ ബാക്കിയത്രയും. മഹാഭാരതത്തിൽ വിവരിക്കുന്ന യുദ്ധത്തെ ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടമായാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ദാർശനികനായ വ്യാസൻ ചൊല്ലിക്കൊടുത്തത് ശ്രീ ഗണപതി ഓരോ ശ്ലോകവും അർത്ഥം ഗ്രഹിച്ച് പകർത്തിയെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. സർവജ്ഞനായ ഗണപതിക്ക് പോലും ഇടയ്ക്ക് പലതിൻ്റെയും അർത്ഥം പൂർണ്ണമായി ഗ്രഹിക്കാനായില്ല. ഗണപതി അതിൻ്റെ അർത്ഥം ചിന്തിച്ചിരിക്കുമ്പോൾ വ്യാസന്റെ കാവ്യപ്രവാഹം തുടർന്നുകൊണ്ടേയിരുന്നു. ഇന്നും മഹാഭാരതം പൂർണ്ണമായി ഗ്രഹിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് അർത്ഥസമ്പുഷ്ടവും ഗഹനവുമായ കാവ്യമാണത്.